ഹായ് എവരിവൺ. സോ നമുക്കറിയാം കീം 2026 ആപ്ലിക്കേഷൻ ഉടനെ തന്നെ സ്റ്റാർട്ട് ചെയ്യും മക്കളെ. അപ്പോൾ അപ്ലിക്കേഷൻ സമയത്ത് നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ട വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ഡോക്യുമെന്റ്സ് ഉണ്ട്. നിങ്ങൾ അതിന്റെ നോട്ടിഫിക്കേഷനും കാര്യങ്ങളും ഒക്കെ 2-3 ദിവസം മുന്നേ തന്നെ കീമിന്റെ വെബ്സൈറ്റിൽ കണ്ടിരിക്കും. എന്നാൽ അതുമായിട്ട് ബന്ധപ്പെടുത്തി എന്തെങ്കിലും സംശയം നിങ്ങൾക്കുണ്ടെങ്കിൽ അത് നമ്മളിപ്പോൾ ക്ലാരിഫൈ ചെയ്യാണ്. കാരണം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡോക്യുമെന്റ്സ് ആണ്. ഇത് അപ്ലിക്കേഷൻ ടൈമിൽ തന്നെ വെരിഫൈ ചെയ്യും. ഓക്കെ, റെഡി? യെസ്. അപ്പൊ ആദ്യം വേണ്ടത് NCL സർട്ടിഫിക്കറ്റ് ആണ്, നോൺ ക്രിമിലിയർ സർട്ടിഫിക്കറ്റ്. ഇത് SCBC അതേപോലെ OBC OEC കാറ്റഗറിയിൽ പെടുന്ന കുട്ടികളൊക്കെയാണ് NCL സർട്ടിഫിക്കറ്റ് ആവശ്യമായിട്ടുള്ളത്. അപ്പൊ NCL നിർബന്ധമായിട്ടും നിങ്ങൾ കരുതുക. കാരണം എന്നാൽ മാത്രമേ സംവരണം റിസർവേഷൻ നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കൂ. നിങ്ങൾക്ക് ആ റിസർവേഷൻ കിട്ടത്തുള്ളൂ. സോ എവിടെ നിന്നാണ് NCL സർട്ടിഫിക്കറ്റ് കളക്ട് ചെയ്യാന്ന് ചോദിച്ചാൽ വില്ലേജ് ഓഫീസറുടെ കയ്യിൽ നിന്നാണ്. അവിടെ തന്നെ വില്ലേജിൽ നമുക്കറിയാം ജോലിക്ക് വേണ്ടിയിട്ട് പോയിട്ട് നമ്മൾ എംപ്ലോയ്മെന്റ് പർപ്പസ് എന്ന് പറഞ്ഞ് വാങ്ങാറുണ്ട്. നിങ്ങൾക്ക് PSC ഒക്കെ കിട്ടിക്കഴിയുമ്പോൾ അങ്ങനെ പോയി വാങ്ങുന്ന കസിൻസിനെയൊക്കെ നിങ്ങൾ കണ്ടിരിക്കും. അപ്പൊ നമ്മൾ വാങ്ങേണ്ടത് സ്റ്റേറ്റ് എഡ്യൂക്കേഷണൽ പർപ്പസ് എന്ന് പറഞ്ഞിട്ടാണ്, വിദ്യാഭ്യാസത്തിന്റെ ആവശ്യത്തിനുള്ളതാണല്ലേ. അപ്പൊ വില്ലേജ് ഓഫീസറുടെ അടുത്ത് നിന്നും എഡ്യൂക്കേഷണൽ പർപ്പസിന്. ചില ആളുകൾ തഹസിൽദാറിന്റെ അടുത്ത് ചെയ്തിട്ട് സെൻട്രൽ പർപ്പസിനൊക്കെ വാങ്ങും. അതിപ്പോ കേരളയ്ക്ക് നമുക്ക് അതല്ല ആവശ്യമായിട്ടുള്ളത്. വില്ലേജ് ഓഫീസറുടെ കയ്യിൽ നിന്ന് തന്നെ നിങ്ങൾ സർട്ടിഫിക്കറ്റ് കളക്ട് ചെയ്യണം. അതും സ്റ്റേറ്റ് എഡ്യൂക്കേഷണൽ പർപ്പസിനുള്ളത്. റെഡി അല്ലേ? യെസ്. ഇനി അടുത്തത് എന്താണെന്ന് ചോദിച്ചാൽ നെക്സ്റ്റ് വൺ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ആണ്. അത് SC ST കാൻഡിഡേറ്റ്സ് കേട്ടോ. SC ST കാൻഡിഡേറ്റ്സ് കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, ജാതി സർട്ടിഫിക്കറ്റ് വാങ്ങണം. അത് തഹസിൽദാറുടെ കയ്യിൽ നിന്നാണ് നമ്മൾ ജാതി സർട്ടിഫിക്കറ്റ് വാങ്ങുക. നിങ്ങൾക്ക് റിസർവേഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, ഫീ കൺസെഷൻ ഉണ്ട്. അപ്പൊ ഇതൊക്കെ നമുക്ക് വേണം. കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, നിങ്ങളുടെ ജാതി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് തഹസിൽദാറുടെ കൈകളിൽ നിന്നും. യെസ്. ഇനി OEC തന്നെ NCL കിട്ടാത്ത കുട്ടികളുണ്ടായിരിക്കും. NCL നോൺ ക്രിമിലിയർ അല്ലാത്ത ക്രിമി ലെയറിൽ വരുന്ന വിഭാഗത്തിൽ വരുന്ന ആളുകൾ ഉണ്ടാകും. ആ കുട്ടികള് വില്ലേജ് ഓഫീസറുടെ കയ്യിൽ നിന്നും കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് വാങ്ങണം കേട്ടോ. കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് എവിടെ നിന്നാണ്? വില്ലേജ് ഓഫീസറുടെ കയ്യിൽ നിന്ന്. ആര്? OEC വിഭാഗത്തിൽ പെടുന്ന ആൾക്കാര് NCL വാങ്ങണം എന്ന് പറഞ്ഞു, നോൺ ക്രിമിലിയർ. അതല്ലാത്തവര് ക്രിമി ലെയറിൽ വരുന്ന ആൾക്കാര് എവിടെ നിന്ന്? വില്ലേജ് ഓഫീസറുടെ കയ്യിൽ നിന്നും സർട്ടിഫിക്കറ്റ് വാങ്ങേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ക്ലിയർ അല്ലേ? അവരെന്താണ്? കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ആണ് വാങ്ങേണ്ടത്. OEC കാൻഡിഡേറ്റ്സിനും ഫീ കൺസെഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇപ്പൊ ഗവൺമെന്റിൽ പോയാലും സെൽഫ് ഫിനാൻസിംഗിൽ പോയാലും നിങ്ങൾ ട്യൂഷൻ ഫീയോ കാര്യങ്ങളോ ഒന്നും അടക്കേണ്ടതായിട്ടില്ല. യെസ്. ഇനി വരുന്നത് ഇൻകം സർട്ടിഫിക്കറ്റ് ആണ്. അതും വില്ലേജ് ഓഫീസറുടെ കൈകളിൽ നിന്നാണ് ഇൻകം സർട്ടിഫിക്കറ്റ് വാങ്ങേണ്ടത്. അപ്പൊ ഈ വരുമാന സർട്ടിഫിക്കറ്റ് വേണ്ടത് ഫീ കൺസെഷൻ കിട്ടുന്ന ആളുകളുണ്ട്. കൺസെഷൻ കിട്ടുന്ന, അതായത് ഫീസ് ഇളവ് ലഭിക്കുന്ന ആളുകളുണ്ട്. സ്കോളർഷിപ്പുകളുണ്ട്. നിങ്ങൾ MBBS-നും BDS-നും ഒക്കെ ജോയിൻ ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾക്ക് നിരവധി സ്കോളർഷിപ്പുകൾ കിട്ടും. അതിനു വേണ്ടിയിട്ടും ഫീ കൺസെഷന് വേണ്ടിയിട്ടുമാണ് ഇൻകം സർട്ടിഫിക്കറ്റ്. അതിന് അർഹരായ കുട്ടികൾ മാത്രം ഇൻകം സർട്ടിഫിക്കറ്റ് നേരത്തെ തന്നെ വില്ലേജ് ഓഫീസറുടെ കയ്യിൽ നിന്നും വാങ്ങി വെക്കുക. അതേപോലെ തന്നെ NCL സർട്ടിഫിക്കറ്റ് വില്ലേജ് ഓഫീസറുടെ കയ്യിൽ നിന്ന് വാങ്ങേണ്ട വേറൊരു കാറ്റഗറിയാണ്. ഇപ്പോൾ ഇന്റർകാസ്റ്റ് മാരേജ് നടക്കും അല്ലെ. OBC ഇപ്പൊ ഇന്റർകാസ്റ്റ് എന്ന് പറയുമ്പോൾ ഇപ്പൊ നിങ്ങളുടെ അച്ഛനോ അമ്മയോ ആരെങ്കിലും ഒരാള് OBC കാറ്റഗറിയാണ്, അല്ലെങ്കിൽ OEC കാറ്റഗറി ആണെങ്കിൽ അവര് വില്ലേജ് ഓഫീസറുടെ കയ്യിൽ നിന്നും NCL സർട്ടിഫിക്കറ്റ് അവർക്ക് വാങ്ങാം. ഓക്കെ, ഇപ്പൊ പാരന്റിൽ ഒരാൾ ജനറൽ കാറ്റഗറിയാണ്, മറ്റേ ആൾ OBC OEC ആണ് എന്ന് വിചാരിക്കുക. SCBC-യിൽ വരുന്നതോ OEC-യിൽ വരുന്നതോ ആണെങ്കിൽ നിങ്ങൾക്ക് വില്ലേജ് ഓഫീസറുടെ കയ്യിൽ നിന്നും NCL സർട്ടിഫിക്കറ്റ് വാങ്ങി വെക്കാം. യെസ്, ഇന്റർകാസ്റ്റ് മാരേജിന്റെ കാര്യമാണ്. ഇനി പാരന്റിൽ ഒരാൾ SCയോ STയോ ആണെന്ന് കരുതുക. കുട്ടികളുടെ പാരന്റിൽ ഒരാൾ, നമ്മുടെ അപേക്ഷകന്റെ പാരന്റിൽ ഒരാൾ SC or ST കാറ്റഗറിയിൽ വരുന്ന ആളാണെങ്കിൽ നിങ്ങൾ തഹസിൽദാറുടെ കയ്യിൽ നിന്ന് വാങ്ങേണ്ടത് ഇന്റർകാസ്റ്റ് മാരേജ് സർട്ടിഫിക്കറ്റ് ആണ് കേട്ടോ. തഹസിൽദാറുടെ കയ്യിൽ നിന്ന്. വ്യത്യാസം മനസ്സിലായോ? ഇന്റർകാസ്റ്റിൽ തന്നെ പാരന്റിൽ ഒരാൾ SCBC അല്ലെങ്കിൽ OEC ആണെങ്കിൽ വില്ലേജ് ഓഫീസറുടെ കയ്യിൽ നിന്നും നോൺ ക്രിമിലിയർ NCL സർട്ടിഫിക്കറ്റ് ആണ് വാങ്ങേണ്ടത്. വില്ലേജ് ഓഫീസറുടെ കയ്യിൽ നിന്നും NCL സർട്ടിഫിക്കറ്റ് ആണ് ഇവർ വാങ്ങേണ്ടത്. എന്നാൽ പാരന്റിൽ ആരെങ്കിലും ഒരാൾ, ഇന്റർകാസ്റ്റിൽ ഒരാൾ കാസ്റ്റ് ഡിഫറെന്റ് ആയിരിക്കും അല്ലെ, ഒരാൾ SCയോ STയോ ആണെങ്കിൽ തഹസിൽദാറുടെ കയ്യിൽ നിന്നും ഇന്റർകാസ്റ്റ് മാരേജ് സർട്ടിഫിക്കറ്റ് ആണ് വാങ്ങേണ്ടത്. ക്ലിയർ അല്ലേ? രണ്ടും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായല്ലോ? യെസ്. ഓക്കെ, ഇനി പറയുന്നുണ്ട് നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റിന്റെ കാര്യം. അത് നിങ്ങളുടെ സ്കൂൾ 10th സർട്ടിഫിക്കറ്റിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ബർത്ത് സർട്ടിഫിക്കറ്റിലോ നിങ്ങളുടെ നേറ്റിവിറ്റി പറയുന്നില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആളുകൾ വില്ലേജ് ഓഫീസറുടെ കയ്യിൽ നിന്നും നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് വാങ്ങേണ്ടതായിട്ടുണ്ട്. ക്ലിയർ അല്ലേ? യെസ്, നേറ്റിവിറ്റി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് ആണ്. ദെൻ EWS സർട്ടിഫിക്കറ്റ്, അതായത് ജനറൽ കാറ്റഗറിയിലെ
കുറെ അധികം സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങൾക്ക് സംവരണ സീറ്റുകളുണ്ട്. EWS എന്നാണ് പറയാ, എക്കണോമിക്കലി വീക്കർ സെഷൻ. അത് ജനറൽ കാറ്റഗറിയിൽ അത്രയും റാങ്ക്, ജനറൽ കാറ്റഗറി നിങ്ങൾക്കറിയാം വളരെ റാങ്ക് ടോപ്പ് റാങ്കിൽ വരുന്ന ആൾക്കാർക്ക് മാത്രമാണ്. ഇപ്പൊ നമ്മൾ MBBS എടുക്കുകയാണെങ്കിൽ ഗവൺമെന്റ് സെക്ടറിൽ 1000-നുള്ളിൽ വരുന്നവർക്ക് മാത്രമാണ് ജനറൽ MBBS ഗവൺമെന്റ് സെക്ടറിലൊക്കെ കിട്ടിയിട്ടുള്ളത് കേരളത്തിൽ. എന്നാൽ അതിനപ്പുറം EWS കാറ്റഗറിയിൽ നമ്മൾ വരുന്ന ടൈമിൽ കുറച്ചും കൂടി നമ്മൾ റാങ്ക് ബാക്കിലാണെങ്കിൽ പോലും നമുക്ക് സീറ്റിനുള്ള സാധ്യതകളുണ്ട്. അപ്പൊ ഈ OBCക്കും അതേപോലെ ധീവര, വിശ്വകർമ്മ തുടങ്ങിയ കാറ്റഗറികൾക്കെല്ലാം ചെറിയ രീതിയിലുള്ള സംവരണങ്ങളുണ്ട്. അത് EWSന് ലഭിക്കും. അപ്പൊ ഇക്കണോമിക്കലി വീക്കർ സെഷനിൽ നിങ്ങളെ പരിഗണിക്കണമെങ്കിൽ നിങ്ങൾ EWS സർട്ടിഫിക്കറ്റ് വാങ്ങണം. ആ EWS സർട്ടിഫിക്കറ്റ് വില്ലേജ് ഓഫീസറുടെ കൈകളിൽ നിന്നാണ് വാങ്ങുക. ക്ലിയർ അല്ലേ? അതേപോലെ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് വാങ്ങണം. അതായത് മൈനോറിറ്റിയിൽപ്പെട്ട കുട്ടികൾ, സെൽഫ് ഫിനാൻസിങ് കോളേജിൽ മൈനോറിറ്റി സീറ്റുകളുണ്ട്. മുസ്ലിം കമ്മ്യൂണിറ്റിയിൽപ്പെട്ട കുട്ടികൾക്കും ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട കുട്ടികൾക്കൊക്കെ സെൽഫ് ഫിനാൻസിങ് കോളേജുകളിൽ മൈനോറിറ്റി സീറ്റുകളുണ്ട്. ഈ സീറ്റുകൾക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ നിങ്ങൾ വില്ലേജ് ഓഫീസറുടെ കയ്യിൽ നിന്നും കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് വാങ്ങേണ്ടതായിട്ടുണ്ട്. ക്ലിയർ അല്ലേ? MBBSനും BDSനും ഒക്കെ നിങ്ങൾക്കിത് ആവശ്യമുണ്ട്. അപ്പൊ NCLൽ പെടാത്ത കുട്ടികൾ, NCLൽ നോൺ ക്രിമിലിയറിൽ ഇൻക്ലൂഡഡ് അല്ലാത്ത കുട്ടികളാണ് എന്ത് ചെയ്യേണ്ടത്? ഈ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് വില്ലേജ് ഓഫീസറുടെ കയ്യിൽ നിന്നും വാങ്ങേണ്ടത്. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? നമ്മളിവിടെ പറഞ്ഞു OEC കാറ്റഗറിയിൽ നോൺ ക്രിമിലിയറിൽ വരാത്തവര് വില്ലേജ് ഓഫീസറുടെ കയ്യിൽ നിന്നും കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് വാങ്ങണം എന്ന് പറഞ്ഞു. അതേപോലെ ഇവിടെ മൈനോറിറ്റിയിൽ വരുന്ന, ഇപ്പൊ മുസ്ലിം മൈനോറിറ്റിയിൽ വരുന്ന അല്ലെങ്കിൽ ക്രിസ്ത്യൻ മൈനോറിറ്റിയിൽ വരുന്ന കുട്ടികൾ, അപ്പൊ ഈ OBC മുസ്ലിം കാൻഡിഡേറ്റ്സ് ഒക്കെ ആണെങ്കിൽ അവർ OBCയിൽ വരുന്ന ആൾക്കാരാ. അപ്പൊ അവർക്ക് NCL സർട്ടിഫിക്കറ്റ് ആവശ്യമായിട്ട് വരും. ഇനി NCL അല്ലാത്തവര് ക്രിമി ലെയറിൽ, നോൺ ക്രിമി ലെയർ അല്ല, NCLല് നോൺ ക്രിമിലെയർ ആണ്, അതിൽ ക്രിമി ലെയറിൽ വരുന്ന NCL അല്ലാത്ത കുട്ടികൾ, അങ്ങനെയുള്ള കുട്ടികൾ എന്ത് ചെയ്യണം? കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് വില്ലേജ് ഓഫീസറുടെ കയ്യിൽ നിന്ന് വാങ്ങണം. നിങ്ങൾക്ക് NCL കിട്ടത്തില്ലല്ലോ, നിങ്ങൾ നോൺ ക്രിമിലിയർ അല്ലല്ലോ. നിങ്ങൾ OBCയിലാണെങ്കിൽ കൂടി OBC NCL ഉണ്ട്, നോൺ ക്രിമിലിയർ ആയിട്ടുള്ള ആൾക്കാരുണ്ട്, അവർക്കാണ് അവിടെ സംവരണം കിട്ടുക. ഇനി NCL വരാത്ത കുട്ടികൾ നിങ്ങൾക്ക് ഈ പറയുന്ന മൈനോറിറ്റി സീറ്റുകളിലേക്കൊക്കെ പോകണമെങ്കിൽ നിങ്ങൾ വില്ലേജ് ഓഫീസറുടെ കയ്യിൽ നിന്നും കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് വാങ്ങേണ്ടതായിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങളെ ആ കമ്മ്യൂണിറ്റി സീറ്റുകളിലേക്ക്, നിങ്ങളെ ആ മൈനോറിറ്റി സീറ്റുകളിലേക്ക് പരിഗണിക്കില്ല. അപ്പോൾ ഒരുപാട് മൈനോറിറ്റി സീറ്റുകൾ സെൽഫ് ഫിനാൻസിങ് സെക്ടറിൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ട് ഉണ്ടായിരിക്കും. യെസ്, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെക്കുക. ഇനിയും എന്തെങ്കിലും സംശയമോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഈ ഒരു വീഡിയോയുടെ താഴെ കമന്റ് ബോക്സിൽ നിങ്ങൾ പറയുക. എല്ലാ സംശയങ്ങളും ക്ലിയർ ചെയ്യുന്നതായിരിക്കും. ഒരുപാട് വീഡിയോസുമായിട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ, എങ്ങനെ നീറ്റിന് പ്രിപ്പയർ ചെയ്യാം, നീറ്റിൽ ഓരോ കോണ്ടന്റുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോസ്, സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോസ് ഒക്കെ ആയിട്ട് നമ്മൾ വീണ്ടും വരും. ഓൾ ദ വെരി ബെസ്റ്റ്. ബൈ.